അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ലോകത്തുള്ള സർവ്വമനുഷ്യരിലേക്കും എത്തിക്കുവാൻ വേണ്ടി ലോകർക്ക് അനുഗ്രഹമായിട്ട് അയച്ചവരാണ് അംബിയ മുർസലീങ്ങൾ. 1,24,000-ഓളം അല്ലെങ്കിൽ അതിലധികം അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. ആ അമ്പിയാക്കളെ കൂട്ടത്തിൽ കൂടുതൽ സ്ഥാനവും മഹത്വവുമുള്ളവരാണ് മുർസലീങ്ങൾ. 300-ലധികം മുർസലീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അവൻ്റെ നിയമങ്ങളും അവൻ്റെ നിർദ്ദേശങ്ങളുമൊക്കെ ലോകജനതയ്ക്ക് അറിയിച്ചു കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. ഇങ്ങനെ അമ്പിയാക്കളെയും മുർസലീങ്ങളെയൊക്കെ അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്ത് അയച്ചത് തന്നെ ലോകത്താകമാനമുള്ള ജനങ്ങൾക്കൊരു അനുഗ്രഹമായിട്ടാണ്. അമ്പിയാക്കൾ ലോകത്ത് വന്നത് അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ മുർസലീങ്ങളെയൊക്കെ ലോകത്തേക്ക് അയക്കുന്നതിന് മുമ്പായിട്ട് ഒരു ബിശാറത്ത് ആ ജനതയ്ക്ക് അറിയിച്ചു കൊടുക്കാറുണ്ട്. അഥവാ ഞാനൊരു റസൂലിനെ അല്ലെങ്കിൽ ഒരു നബിയെ നിങ്ങളിലേക്ക് അയക്കുന്നുണ്ട് എന്ന്. പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം. ആലു ഇമ്രാൻ സൂറയിൽ ഇദ് ഖാലത്തിൽ മലായിക്കത്തു യാ മറിയം, മലക്കുകൾ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു. മലക്കുകൾ സന്തോഷവാർത്തയുമായിട്ടാണ് വരുന്നത്. എന്താണ് മലക്കുകൾ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നത്? മറിയം ബീവി ഒരു റസൂലല്ല, ഒരു നബിയുമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ വലിയത്തായ ഒരു മഹദിയാണ്. ആ മഹദിയോട് മലക്കുകൾ സന്തോഷവാർത്ത പറയുകയാണ്. ഇന്നല്ലാഹ യുബശ്ശിറുക്കി ബി കലിമത്തിൻ മിൻഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട്. ആ സന്തോഷവാർത്ത നിങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു റസൂലിനെ ലോകത്തേക്ക് കൊണ്ടുവരികയാണ്. ഇസ്മുഹുൽ മസീഹു ഈസ ഇബ്നു മറിയമ വജീഹൻ ഫിദ്ദുനിയ വൽ ആഖിറ വമിനൽ മുഖറബീൻ. ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ആദരിച്ച് ബഹുമാനിച്ച് വലിയ സ്ഥാനങ്ങൾ കൊടുത്ത അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരിൽപ്പെട്ട റസൂലായ ഈസാ അലൈഹിസ്സലാമിനെ മറിയം നിങ്ങളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. വമിനൽ മുഖറബീൻ, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ അള്ളാഹുവിൻ്റെ ഇഷ്ടസാമീപ്യക്കാരായ മുർസലീങ്ങളിൽപ്പെട്ട അത്യുന്നത സ്ഥാനം വഹിക്കുന്നവരാണ് ഈസാ അലൈഹിസ്സലാം. ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത, ഒരു ബിശാറത്ത് മലക്കുകൾ മുഖേനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവി റളിയല്ലാഹു തആല അൻഹക്ക് അറിയിച്ചു കൊടുത്തത് പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം. ഈ ഒരു ബിശാറത്ത്, ഈ ഒരു പതിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഇത് പലരിലും കാണാൻ കഴിയും. ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ജനിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ബിശാറത്ത്, ഈ ഒരു സന്തോഷ വാർത്ത അല്ലാഹു തആല ലോക ജനതക്കാകമാനം അറിയിച്ചിട്ടുണ്ട്. കാരണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഭാഗത്തുള്ള ജനതയിലേക്കോ ഒരു ദേശത്തുള്ള ജനതയിലേക്കോ അല്ലാഹു തആല അയക്കപ്പെട്ടവരല്ല, മറിച്ച് സർവ്വലോക മനുഷ്യർക്കും കാരുണ്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല പറഞ്ഞയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധരായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് വരുന്നതിന് മുമ്പ്
ലോകത്താകമാനമുള്ള സമൂഹങ്ങളിലേക്ക് അല്ലാഹു തആല പ്രത്യേകമായി അയച്ച സർവ്വ മുർസലീങ്ങളും അവരുടെ ജനതയോട് പറഞ്ഞിരുന്നു, അവസാന കാലഘട്ടത്തിൽ ഇവിടെ റസൂല് വരും. പരിശുദ്ധ ഖുർആനിൽ തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം. അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾ അവർ ലോകത്ത് വന്നപ്പോൾ അവരുടെ ജനതയോട് പറഞ്ഞിരുന്നു, അവസാന കാലഘട്ടത്തിൽ ഒരു റസൂല് വരും, ആ റസൂലിന് അല്ലാഹു തആല പ്രത്യേകമായൊരു ഗ്രന്ഥം അവർക്ക് കൊടുക്കും എന്ന്. ഈ ഒരു കാര്യം അമ്പിയാക്കൾ അവരുടെ ജനതയോട് പറഞ്ഞു എന്ന് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് ഭൂജാതരാകുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വജനങ്ങളിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിൻ്റെ മുമ്പേ ഒരു ബിശാറത്ത്, ഒരു സന്തോഷവാർത്ത അറിയിച്ചിരുന്നു, നിങ്ങൾക്കനുഗ്രഹമായിട്ട് ഞാൻ ഒരു റസൂലിനെ പറഞ്ഞയക്കുന്നുണ്ട് എന്ന്. പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അഹ്ലുൽ കിതാബുകാരായ യഹൂദികൾക്കും നസാറാക്കൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എവിടെ വെച്ച് കണ്ടാലും സ്വന്തം മക്കൾ, സ്വന്തം കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇത് ഞങ്ങളുടെ മക്കളാണെന്ന് അഹ്ലുൽ കിതാബ് തിരിച്ചറിയുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എവിടെ വെച്ച് കണ്ടാലും അവർക്ക് അറിയാൻ കഴിയുമായിരുന്നു ഇത് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന്. അത്രയ്ക്കും വിശദീകരിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും വിശദമായി തന്നെ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും വിശദമായി തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മറ്റ് അമ്പിയാക്കളൊക്കെ അവരുടെ ജനതയോട് പറഞ്ഞിരുന്നു. കാരണം അന്നത്തെ മക്കയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാമിലും ഈസാ നബി അലൈഹിസ്സലാമിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലും ദാവൂദ് നബി അലൈഹിസ്സലാമിലുമൊക്കെ നേരത്തെ വിശ്വസിച്ചു പോന്ന ആൾക്കാരുടെ പരമ്പരയിലുള്ള ആളുകളായിരുന്നു പലരും. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഷാമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സുബുലുൽ ഹുദാ വറസാദിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ മക്കയിലെയും മദീനയിലെയും സംസാരം തന്നെ ഒരു റസൂൽ വരാൻ പോകുന്നുണ്ട് എന്നായിരുന്നു. കൃത്യമായിട്ട് തന്നെ അവർ മനസ്സിലാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ മക്കയിൽ വന്ന് ഖൈമകൾ കെട്ടി താമസിച്ച ഒരുപാട് ആളുകളുടെ ചരിത്രം സുബുലുൽ ഹുദാ പോലത്തെ സീറയുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാം, കാണാം. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞാൻ മദീനയിലുള്ള സമയത്ത് അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരാൾ റബീഉൽ അവ്വൽ 12-ൻ്റെ ആ സുബഹി സമയം ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹാദാ കൗക്കബ് അഹ്മദ്, നോക്കൂ ആകാശത്തിതാ അഹമ്മദ് നക്ഷത്രത്തെ കാണുന്നുണ്ട്. അഹമ്മദ് നബി ലോകത്ത് ഭൂജാതരായി എന്ന് ഇഞ്ചിയിൽ പഠിച്ച നസാറാക്കളിൽപ്പെട്ട ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിനാകമാനം അനുഗ്രഹമായിട്ട് അയച്ച റഹ്മത്തുൽ ആലമീനായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയത്. ഈ ഒരു ബിശാറത്ത് അമ്പിയാക്കളിൽ മാത്രമല്ല, അമ്പിയാക്കളുടെ അനന്തരക്കാരായ അത്യുന്നതരായ മശായിഖന്മാരിലും ഔലിയാക്കളിലും നമുക്ക് ദർശിക്കാം. കാരണം അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അമ്പിയാക്കളുടെ വാരിസീങ്ങൾ അൽ ഉലമാ എന്ന് പറയുന്ന മശായിഖന്മാരും ഔലിയാക്കളുമാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിശാറത്ത് നമുക്ക് വലിയ മശായിഖന്മാരിലും ഔലിയാക്കളിലും കാണാം. നമ്മുടെ നാടുകളിലൊക്കെ എല്ലാവർക്കും പരിചയമുള്ള ഒരു മദ്ഹ് കാവ്യമാണ് മഹാനരായ സദഖത്തുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങൾ എഴുതിയ ഖുതുബിയത്ത്. ആ ഖുതുബിയത്തിൽ കാണാം, ഹവത്തിൽ ആജീബ അഖ്ബാറം മുസല്ലഫ. മുഹൈദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ പറയുകയാണ്, തങ്ങൾ ജനിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തങ്ങളെക്കുറിച്ച് ആ കാലഘട്ടത്തിലുള്ള ഔലിയാക്കൾ
അവരുടെ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തിരുന്നു, ഇവിടെ അബ്ദുൽ ഖാദിർ എന്ന് പറഞ്ഞൊരു മഹാമനീഷി ജനിക്കുന്നുണ്ട്, വരുന്നുണ്ട്. അതുപോലും തങ്ങളുടെ മദഹാണ്, തങ്ങളുടെ കറാമത്താണ് എന്ന് സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ അവിടുത്തെ ഖുതുബിയത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മശായിഖന്മാരുടെ ജീവിതത്തിലും ഇത് കാണാം. ഇമാം ഇബ്നു ഹജറുൽ ഹൈത്തമി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഫതാവുൽ ഹദീസിയിൽ ഈ സംഭവം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹൈദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ജനിക്കുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ, അന്നഹു മഖ്ബറു ഖബല മൗലിദിഹി ബിനഹ്വി മിഅത്തി സന, മുഹൈദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ജനിക്കുന്നതിൻ്റെ ഒരു 100 വർഷം മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആ കാലഘട്ടത്തിൽ ഔലിയാക്കളും മശായിഖന്മാരുമൊക്കെ അവരുടെ സമൂഹത്തോട് പറഞ്ഞു കൊടുത്തിരുന്നു, ഇവിടെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാൽ വലിയ സ്ഥാനമുള്ള ഒരു മഹാമനീഷിയായ അബ്ദുൽ ഖാദിർ എന്ന പേരിൽ ഒരാൾ ജനിക്കും, വരും എന്നൊക്കെ. ഇങ്ങനെ പല മഹത്തുക്കളുടെയും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സയ്യിദുന ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖുന മുഹമ്മദ് അബൂബക്കറിൽ മടവൂരി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ആദരവും വലിയ മഹത്വവും കൊടുത്ത ഷെയ്ഖുൽ മശായിഖ് സയ്യിദുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങളുടെ ചരിത്രത്തിലും നമുക്കിത് കാണാം. ഷെയ്ഖുനയുടെ ഉപ്പ കുഞ്ഞിമാഹീൻ കോയ മുസ്ലിയാർ വലിയ പണ്ഡിതനാണ്, വലിയ മതപ്രഭാഷകനാണ്. അങ്ങനെ മറ്റു പല കഴിവുകളെ കൊണ്ടും അക്കാലഘട്ടത്തിൽ സമൂഹത്തിൽ അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനാണ്, ഒരു സൂഫി വര്യനാണ്. കുഞ്ഞിമാഹീൻ കോയ മുസ്ലിയാർ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോയപ്പോൾ മക്കയിൽ വെച്ചൊരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണ്, ലോകത്താകമാനം വെളിച്ചം വീശുന്ന ഒരു മഹാമനീഷിയെയാണ് നിങ്ങളുടെ ഭാര്യ ഗർഭം ധരിച്ചത്. അതുകൊണ്ട് ഭാര്യ പ്രസവിച്ചാൽ കുഞ്ഞിന് മുഹമ്മദ് അബൂബക്കർ എന്ന് പേരിടണം. ഇത് കാലത്തിൽ മലായിക്കത്തു യാ മറിയം, മറിയം ബിബി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ വന്ന് മലക്കുകൾ ബിശാറത്ത് പറഞ്ഞു. എന്നാൽ കുഞ്ഞിമാഹീൻ കോയ മുസ്ലിയാരുടെ അടുക്കൽ വന്ന് അള്ളാഹു മനാമിലൂടെയാണ് ബിശാറത്ത് നൽകുന്നത്. വലിയ സന്തോഷമായി. പക്ഷേ ആ സന്തോഷം നാട്ടിലേക്ക് വിളിച്ചറിയിക്കാനുള്ള ഇന്നത്തെ പോലെയുള്ള ഫോണോ അല്ലെങ്കിൽ കത്തെഴുതുന്ന സംവിധാനങ്ങൾ അന്ന് അത്ര ഇല്ല. നാട്ടിൽ വന്ന മഹാനവറുകൾ നേരെ പോയത് കണ്ണൂർ ജില്ലയിലെ കോട്ടയം തൻ്റെ ശൈഖായ മുഹമ്മദ് അബൂബക്കർ ഞണ്ടാടി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങളുടെ അടുക്കലേക്കാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ ശൈഖ് അവർകൾ സന്തോഷത്തോടെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, ഭാര്യ ഗർഭിണിയാണല്ലേ, ഭാര്യ പ്രസവിക്കാൻ പോകുന്നത് വലിയൊരു മഹാനായിരിക്കും. വലിയ സന്തോഷമായി. മനാമിലും ബിശാറത്ത് ലഭിച്ചു, യഖളത്തൻ ഉണർവിലും ബിശാറത്ത് ലഭിച്ചു. അള്ളാഹുവിൽ നിന്ന് ബിശാറത്ത് ലഭിച്ചതിൻ്റെ വലിയ സന്തോഷത്തിൽ കുഞ്ഞിമാഹീൻ കോയ മുസ്ലിയാർ വന്നു തൻ്റെ സഹധർമ്മിണിയോട് ഈ സന്തോഷ വാർത്ത പറഞ്ഞു. വലിയ സന്തോഷമായി. മാസങ്ങളിങ്ങനെ കഴിഞ്ഞു കടന്നു. ഒരു റബീഉൽ അവ്വൽ മാസം വന്നു. റബീഉൽ അവ്വൽ 12 ലോകത്താകമാനം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് കീർത്തനങ്ങൾ പാടുകയും പറയുകയും ചൊല്ലുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു തിങ്കളാഴ്ച ളുഹാൻ്റെ വഖത്തിൽ കുഞ്ഞിമാഹീൻ കോയ മുസ്ലിയാർ മീലാദിൻ്റെ പരിപാടിയിൽ അതിൻ്റെ ശ്രദ്ധയിൽ അതുമായി കഴിഞ്ഞുകൂടുമ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയൊരു മഹാൻ വന്നു പറഞ്ഞു, ഖദ് കുന്ത അബല്ലി വലിയിൻ, നിങ്ങൾ ഒരു വലിയിൻ്റെ പിതാവായിരിക്കുന്നു. ചരിത്രത്തിൽ കാണാം, ഫസറ സുറൂറ, കുഞ്ഞിമാഹീൻ കോയ മുസ്ലിയാർ അങ്ങേയറ്റം സന്തോഷിച്ചു. മക്കയിൽ വെച്ച് കണ്ട ബിശാറത്ത്, തൻ്റെ ശൈഖ് പറഞ്ഞ ബിശാറത്ത് ഇവിടെ പുലർന്നിരിക്കുന്നു. ആ സന്തോഷത്താൽ കുഞ്ഞിമാഹീൻ കോയ മുസ്ലിയാർ തൻ്റെ മീലാദ് പരിപാടിയിൽ നിന്ന് മടവൂരിലെ കളപ്പിലാവിലെ വീട്ടിലെത്തി തൻ്റെ പൊന്നാര മകനെ വാരിപ്പുണർന്നു. പിറ്റേന്നു തന്നെ കുഞ്ഞിമാഹീൻ കോയ മുസ്ലിയാർ തൻ്റെ ശൈഖായ കോട്ടയം മുഹമ്മദ് അബൂബക്കർ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങളുടെ തിരുഹദറത്തിലെത്തിയപ്പോൾ ശൈഖ് അവർകൾ ചോദിച്ചു, ഭാര്യ പ്രസവിച്ചു അല്ലേ? കുഞ്ഞിന് എൻ്റെ പേരായ മുഹമ്മദ് അബൂബക്കർ എന്ന് നാമകരണം ചെയ്യുക. വലിയ സന്തോഷമായി. കുഞ്ഞിമാഹീൻ കോയ മുസ്ലിയാർ തിരിച്ചു വന്നു. പേരിട്ടല്ലോ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് തനിക്ക് വലിയൊരു മഹാമനീഷി ജനിക്കുന്നു എന്ന് സന്തോഷ വാർത്ത വരിക മാത്രമല്ല,
എങ്ങനെ പേര് നൽകണമെന്ന് പോലും അല്ലാഹു തആല നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് ലോക ചരിത്രമാണ്. പിൽക്കാലത്ത് സയ്യിദുനാ ശൈഖുൽ മശായിഖ് മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ഞാൻ ഖുതുബായിട്ടാണ് ജനിച്ചത്. മാഷാ അല്ലാഹ്. ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മുഹൈദ്ദീൻ മാലയിൽ മുഹൈദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വലിയൊരു ബഹുമാനമായി പറഞ്ഞതായിട്ട് കാണാം, ബാവ മുതുവിന് ഖുതുബായി വന്നോവർ. മുഹൈദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ജനിച്ചത് തന്നെ ഖുതുബായിട്ടാണ് എന്ന്. ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ഞാൻ ജനിച്ചത് ഖുതുബായിട്ടാണ് എന്ന്. മുഹൈദ്ദീൻ ശൈഖ് ശൈഖുൽ മശായിഖാണ്, മടവൂർ ശൈഖ് ശൈഖുൽ മശായിഖാണ്. മുഹൈദ്ദീൻ ശൈഖ് തങ്ങളെപ്പറ്റി മുദബ്ബിറുൽ ആലം എന്ന് ചരിത്രത്തിൽ കാണാം. അതുപോലെ ശൈഖുനാ മടവൂർ തങ്ങളും ഞാൻ മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹൈദ്ദീൻ ശൈഖ് തങ്ങളെപ്പോലെ, റിഫായി ശൈഖ് തങ്ങളെപ്പോലെ ആ സരണിയിലുള്ള ഒരു മഹാമനീഷിയാണ് അള്ളാഹു നമുക്ക് അനുഗ്രഹമായിട്ട് വരദാനമായി തന്ന ശൈഖുനാ ശൈഖുൽ മശായിഖ് സയ്യിദുനാ മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്.